ഡിസംബർ 18 ഏതൊരു കാൽപന്താരാധകനും ഒരിക്കലും മറക്കാത്തൊരു ദിവസമാണിത്. പലരുടെയും വിമർശനങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച ദിവസം. എവിടെയും കാലിടറി വീഴുന്ന അർജന്റീൻ ഫുട്ബോൾ ശാപത്തിന് പരിസമാപ്തിയായ ദിവസം. പ്രവചനങ്ങളെ തിരുത്തി ലയണൽ മെസ്സി ഖത്തറിൻ്റെ മണ്ണിൽ നിന്നും കിരീടമുയർത്തിയ ദിവസം. 1986 ശേഷം ഒരു സുവർണ കിരീടം റൊസാരിയോയുടെ മണ്ണിലേക്ക് വന്നെത്തുമെന്നത് ഓരോ അർജന്റീൻ ആരാധകരുടെയും വർഷം തോറുമുള്ള പ്രതീക്ഷകളായിരുന്നു. പ്രതീക്ഷകൾക്ക് ജീവൻ നൽകി പലതവണ അവസാന അംഗം വരെ എത്തിയതുമാണ്. അവിടെയെല്ലാം നിർഭാഗ്യമായിരുന്നു വിധി. എന്നാൽ തന്നെ വിമർശിച്ചവർക്ക്, താൻ എവിടെയും എത്തില്ലെന്ന് തള്ളിപ്പറഞ്ഞവർക്ക് 28 വർഷത്തിനു ശേഷം അവൻ അവതരിച്ചു, ഒരു ലാറ്റിൻ അമേരിക്കൻ കിരീടത്തിലൂടെ. കഥ ഇവിടെ അവസാനിച്ചു എന്ന് പലരും വിധിയെഴുതി. ഇനിയൊരു മികവ് തെളിയിക്കൽ ഒരിക്കലും സാധ്യമല്ല എന്ന് പലരും തീർത്തു പറഞ്ഞു. എന്നാൽ അവർക്കും മറുപടിയായി ഫൈനാലിസമയിലൂടെ. അതും മതിയാകാത്തവർക്ക് 2022 ഖത്തർ വേൾഡ് കപ്പിലൂടെ. ലാറ്റിൻ അമേരിക്കയിൽ തിമിർത്താടിയതുപോലെ യൂറോപ്യൻ കൊമ്പന്മാരോട് ചെറുത്ത് നിൽക്കാൻ സാധിക്കില്ല എന്നതായിരുന്നു പ്രധാനമായും ഉയർന്നുവന്ന വെല്ലുവിളി. എന്നാൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കിരീടം ചൂടിയ ഫ്രാൻസിനെ തകർത്തുകൊണ്ട് ലിയോ എന്ന കാൽപന്ത് മാന്ത്രികൻ ഖത്തറിൽ നിന്നും ആ സുവർണ കിരീടം വാനിലേക്ക് ഉയർത്തി. ദ സ്റ്റോറി ഈസ് ഓവർ. ലിയോ എവരിതിങ് ഈസ് പെർഫെക്റ്റ്. അതെ, ലയണൽ മെസ്സി എല്ലാം തികഞ്ഞവനാണ്. കാൽപന്ത് ലോകത്ത് ആർക്കും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഉയരങ്ങളെ കീഴടക്കിയ കാൽപന്ത് മാന്ത്രികനാണ്. പ്രായത്തെയും കാലത്തെയും തോൽപ്പിച്ചുകൊണ്ട് ലിയോ തൻ്റെ ജീവിതം മുന്നോട്ട് തന്നെ ചലിപ്പിക്കുന്നു, ഇനിയുമേറെ ഉയരങ്ങളെ എത്തിപ്പിടിക്കാൻ.